സ്കിസോഫീനിയയിൽ അസസ്മെൻറ്റിൽ, അതായത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷന് പകരം അസസ്മെൻ്റ് എന്നാണ് നമ്മൾ സൈക്കാട്രിയിൽ പറയുന്നത്. അസസ്മെൻറ്റിന് വരുന്ന അടുത്ത ഫീച്ചറാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഡെലൂഷൻ, അതുപോലെ പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പം ഇല്ലൂഷനും ഹാലൂസിനേഷനും വരും. അതായത് പെർസെപ്ഷനിലെ പ്രശ്നമാണ്. അതുകൂടാതെ പിന്നെ വരുന്നൊരു പ്രത്യേകത പറഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റർബൻസ്. ഇത്രയാണ് സ്കിസോഫ്രീനിയയിൽ മൊത്തത്തിൽ വരുന്നത്. അതിനകത്ത് ഡെലൂഷൻ എന്ന് പറയുന്നത് അൺഷേക്കബിൾ ഫാൾസ് ബിലീഫാണ്. കാരണം അയാൾക്ക് തെറ്റായ ഒരു ചിന്തയാണ്, ഒരു വിശ്വാസമാണ്, പക്ഷേ അത് അൺഷേക്കബിളാണ്, അതിനെ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഭവമാണ്. ഇറ്റ് ഈസ് എ അൺഷേക്കബിൾ ബിലീഫ് ഇൻ സംതിങ് ദാറ്റ് ഈസ് അൺട്രൂ. സത്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള അസാധാരണമായ വിശ്വാസമാണ്. ഇറാട്ടോണമിക്, ഇതിന് പല ടൈപ്പുണ്ട്. ഇറോട്ടോമാനിക് ഡെലൂഷൻ. ഇറോട്ടോമാനിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ തിങ്ക് ഇൻ ലവ് വിത്ത് ഫേമസ് പേഴ്സൺ. അല്ലാതെ നമ്മൾ വലിയ ഒരു വ്യക്തിയുമായിട്ട്, വളരെ ഫേമസ് ആയ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ സ്നേഹത്തിലാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, പക്ഷേ നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ്. പീപ്പിൾ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് ബിലീവ്സ് ദാറ്റ് അനദർ പേഴ്സൺ ഓഫൺ someone important or famous is in love with them. ഇനി അടുത്തതാണ് ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ. ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവർ പുള്ളിക്ക് സ്വയമേ ഉണ്ട് എന്നൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു കാര്യമില്ല, പക്ഷേ പുള്ളി വിശ്വസിക്കുക പുള്ളിക്ക് ഉണ്ടെന്ന്. പീപ്പിൾ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് ഡെലൂഷൻ ബിലീവ്സ് ദാറ്റ് ദേ ഹാവ് ഓവർ ഇൻഫ്ലേറ്റഡ് സെൻസേഷൻ of self-worth or power or talent, knowledge, സ്പെഷ്യൽ പവർ ഓർ ഐഡൻറ്റിറ്റി. കാരണം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പവർ അവർക്കുണ്ടെന്ന് അവർ സ്വയം വിശ്വസിക്കുന്നതാണ്. ജലസ് ഡെലൂഷൻ. ജലസ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവും അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ആരോ എന്തോ പറയുന്നത് കേട്ട് നമ്മൾ ഒരു തെറ്റായ ധാരണയെ വിശ്വസിച്ച് ഒരാളെ സംശയിക്കുകയാണ്. കാരണം പാർട്ട്ണറെ കാരണമില്ലാതെ സംശയിക്കുക. കാരണം അതിൻ്റെ സത്യാവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. ഒരാൾ അതിലേ പോകുന്നുണ്ടോ അത് അയാളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോർത്ത് നമ്മൾ ചുമ്മാ കാരണമില്ലാതെ സംശയിക്കുക. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ കേട്ടതോ അല്ലാതെ കണ്ടതോ ആയ കാര്യങ്ങളെ അത് അതുപോലെ തന്നെ എടുത്ത് വിശ്വസിക്കുക. People believe that the spouse or sexual partner is unfaithful or without any കോൺക്രീറ്റ് എവിഡൻസ്. അതായത് കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ പാർട്ട്ണറെ അവിശ്വസിക്കുന്നതിനാണ്. ഈ അടുത്താണ് പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. അതായത് ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരും അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്. ഇതെല്ലാം വിശ്വാസമാണ്. People believes that someone or something is mistrusting or spying or attempting to harm them. ഇനി സൊമാറ്റിക് ഡെലൂഷൻ. സ്മോൾ പ്രോബ്ലം സിവിയറായി ചിന്തിക്കുന്നു. അതായത് പുള്ളിക്കൊരു പനി വന്നു. അപ്പോൾ പനി വന്നപ്പോഴേ പുള്ളി ചിന്തിക്കുകയാണ് പുള്ളിക്ക് എന്തോ ക്യാൻസറാണ്, മാരാരോഗമാണ്. അതായത് പീപ്പിൾ ബിലീവ് ദാറ്റ് ദേ ഹാവ് ഫിസിക്കൽ ഇഷ്യൂസ് ഓർ മെഡിക്കൽ പ്രോബ്ലംസ്, സിവിയർ മെഡിക്കൽ പ്രോബ്ലംസ്. ഇനി മിക്സ്ഡ് ഡെലൂഷനാണ്. അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിക്സ്ഡ് ആയിട്ട് പല ഇതായിട്ട് വരുന്നതിനാണ് മിക്സ്ഡ് ഡെലൂഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് ഡെലൂഷൻ ഹാസ് 2 or more ഓഫ് ദ ടൈപ്പ് ഓഫ് ദ ഡെലൂഷൻ ലിസ്റ്റഡ് എബവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന പല സ്വഭാവങ്ങളും മാറി മാറി മറിഞ്ഞു വരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. റെഫറൻസ് ഡെലൂഷൻ. അതായത് എല്ലാം എന്നെക്കുറിച്ച് പറയുന്നു എന്ന് തോന്നല. ആരെവിടെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് എന്നെക്കുറിച്ചാണെന്നുള്ള തോന്നലാണ് റെഫറൻസ് ഡെലൂഷൻ. ദീസ് ടൈപ്പ് ബിലീവ്സ് ദാറ്റ് അൺറിലേറ്റഡ് ഇവൻറ്റ് ഇൻ ഔട്ട്സൈഡ് വേൾഡ് ഹാവ് എ സ്പെഷ്യൽ ഓർ യുണീക്ക് റിലവൻസ് ഇൻ ദെയർ ലൈഫ്. അതായത് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾക്ക് തങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ചിന്തിക്കുന്ന സ്വഭാവം. ഇനി അടുത്താണ് നിഹിലറ്റിക് ഡെലൂഷൻ.
അതായത് ഈ ബോഡി ഇല്ല, ഈ ലോകമില്ല, ബോഡിയില്ല, ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല, എല്ലാം മിഥ്യയാണെന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾസ് ബിലീഫ്സ് ഉണ്ടാകുന്ന ആൾക്കാരാണ് നിഹിലറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ദേ ബിലീവ്സ് ദാറ്റ് ദ പാർട്ട് ഓഫ് their body or the world are dead, decay or non-existence, even though they want to excite, even though they existed. ഇങ്ങനെ ഉണ്ടെങ്കിലും അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഇൻ്റർവെൻഷൻ വിത്ത് ദീസ് ഡെലൂഷൻ. ഇനി ഇൻ്റർവെൻഷൻ, ഈ ഡെലൂഷനുള്ള ആളുകളുമായിട്ട് എങ്ങനെ അവരെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്? നേഴ്സിംഗ് ഇൻ്റർവെൻഷനാണ് പറയുന്നത്. ആസ്ക് ദ ക്ലൈൻറ്റ് ടു ഡിസ്പ്ലേ ഡെലൂഷൻ. അതായത് പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അയാളുടെ ഡെലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അയാളോട് ചോദിച്ച് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ബി ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് ഇൻ ഇൻട്രാക്ഷൻ ടു റെഡ്യൂസ് സസ്പീഷ്യസ്. അതായത് ഓപ്പണായിട്ട് സംസാരിക്കുക, ഹോണസ്റ്റായിട്ടും സത്യസന്ധമായിട്ടും അയാളോട് സംസാരിക്കുക. കാരണം അയാളൊരു കാര്യം പറയുമ്പം അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. അയാൾ ഭാവനാശക്തിയോടുകൂടി ആയിരിക്കും പറയുന്നത്. അപ്പം അയാൾക്ക് സംശയമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കാതെ നമ്മളോട് കൂടുതൽ ഓപ്പൺ ആകാൻ സമ്മതിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക. അതിനെ നമ്മൾ അക്സെപ്റ്റ് ദം, അവർ പറയുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് അതങ്ങനെയാണ്, എല്ലായിടത്തും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവർ പറയുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. ഒപ്പം നമ്മൾ അവരെ അത് ഒരു റിയാലിറ്റി അല്ല എന്ന് ചെറിയ വേർഡുകളിലൂടെ നമ്മൾ പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കരുത്, പറഞ്ഞ് ഒപ്പിക്കാനും നോക്കണം. പ്രോപ്പർ കോൺവെർസേഷൻ, റിയാലിറ്റി ബേസ്ഡ് ടോപ്പിക് റാദർ ദാൻ ഡെലൂഷൻ. അതായത് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പോകാതെ നമ്മൾ വേറെ കാര്യങ്ങളിലേക്കും റിയാലിറ്റി ബേസ്ഡായ ആനുകാലിക പ്രശ്നങ്ങളിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ കണ്ടോ. ഇലക്ഷനാണ് വരുന്നത്, ഇലക്ഷനിനെക്കുറിച്ച് എന്താ അഭിപ്രായം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചോദിച്ച് നമ്മൾ വഴിതെറ്റിച്ച് വിടും. റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. മേക്ക് അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. അങ്ങനെയാണ് അവർക്ക് റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എൻകറേജ് ദ ക്ലൈൻറ്റ് ടു എക്സ്പ്രസ് ദ ഫീലിംഗ്. അയാളുടെ യഥാർത്ഥ ഫീലിങ്സ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഡു നോട്ട് ആർഗ്യൂ വിത്ത് ക്ലൈൻറ്റ്. ഒരു കാരണവശാലും അയാളുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല. ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഓറിയൻറ്റഡ് ആവും, നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ട്രൈ ടു കൺവിൻസ് ദ ക്ലൈൻറ്റ് ദാറ്റ് ഡെലൂഷൻസ് ആർ ഫോൾസ് ബിലീഫ്. ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു ഫോൾസ് ബിലീഫാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇനിഷ്യേറ്റ് ആക്ടിവിറ്റി ഓൺ വൺ ബേസ്. അതായത് ഒരാളെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ആളെ നമ്മൾ ഒറ്റയ്ക്കിരുത്തിയാണ് സംസാരിക്കേണ്ടത്. എന്നിട്ട് പതിയെ അയാൾ ആ ഒറ്റയ്ക്കിരുന്ന് അയാളുടെ കാര്യങ്ങളും സ്ഥിതിയൊക്കെ മനസ്സിലായെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുക, പിന്നീട് ചെറിയ ഗ്രൂപ്പിൽ നിന്ന് വലിയ ഗ്രൂപ്പിലേക്ക് മാറ്റുക. അങ്ങനെ പടി വഴിയായിട്ടാണ് അയാൾക്കൊരു സോഷ്യൽ മിംഗ്ലിംഗ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി അടുത്താണ് പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ശരിയായി കാണുന്നില്ല. കാരണം സ്റ്റിമുലേ ഉണ്ട്, പക്ഷേ സ്റ്റിമുലേനെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റതൊരു വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ആ വിശ്വാസത്തിന് ആധാരമായിട്ട് ഒരു കാര്യമുണ്ട്, പക്ഷേ ആ കാര്യത്തെ തെറ്റായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സ്റ്റിമുലയുണ്ട്, സ്റ്റിമുലേനെ നമ്മൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതിലൊന്നാണ് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എക്സ്പീരിയൻസ്, മിസ്പെർസെപ്ഷൻ ഓർ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിയാലിറ്റി. അതൊരു ജനറൽ വ്യൂ ആണ്. അതായത് നമ്മൾ റിയാലിറ്റീനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ ഉണ്ട് റിയലായിട്ടൊരു കാര്യമുണ്ട്, ആ കാര്യത്തെ നമ്മൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാലോ ഫാൾസ് പെർസെപ്ഷനാണ്. അതായത് നമുക്ക്
തെറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുക. അപ്പം സെൻസറി പെർസെപ്ഷൻ ആയിരിക്കും അതിനകത്ത് കൂടുതൽ, ഇല്ലാത്തത് ഫീൽ ചെയ്യുന്നു. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റിമുലി ഉണ്ട്, അതിനെ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷെ ഹാലുസിനേഷനിൽ നമ്മുടെ സെൻസേഷനാണ്, സെൻസറി ഓർഗൻസ് ആണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, വായ്, ടച്ച് ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിടെ ഇല്ലാത്ത കാര്യമാണ് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെയൊരു വിശ്വാസമല്ല, ഒന്നുമില്ലാത്തൊരു കാര്യത്തെ നമുക്ക് അനുഭവങ്ങളാണ്, നമുക്ക് തോന്നലുകളാണ്. ഫാൾസ് പെർസെപ്ഷനാണ്. ഇറ്റ് ഈസ് എ ഫാൾസ് പെർസെപ്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ഇൻവോൾവിങ് സെൻസ്, സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടച്ച് ആൻഡ് ടേസ്റ്റ്. കണ്ടോ, സെൻസസുകളാണ് ഇവിടെ ഇൻവോൾവ് ആകുന്നത്. അതിനൊന്നാണ് ഓഡിറ്ററി ഹാലുസിനേഷൻ, ഇല്ലാത്തത് കേൾക്കുക. വിഷ്വൽ ഹാലുസിനേഷൻ, ഇല്ലാത്തത് കാണുക. ടാക്ടൈൽ ഹാലുസിനേഷൻ, അതായത് ടച്ച്, ഫീലിംഗ്. ഇല്ലാത്തത് ഒരു ഫീലിംഗ് സെൻസ് ചെയ്യുക. ഓൾഫാക്ടറി ഹാലുസിനേഷൻ, അതായത് സ്മെല്ല്, ഇല്ലാത്ത സ്മെല്ല് കേൾക്കുക. പോയിസൺ ഉണ്ടോ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ നമുക്ക് കേൾക്കുക. ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ, എക്സ്പീരിയൻസ് ടേസ്റ്റ്, ഇല്ലാത്ത ടേസ്റ്റ് ഫീൽ ചെയ്യുക. പ്രസൻസ് ഹാലുസിനേഷൻ, മേക്ക് ദ ക്ലയൻറ്റ് ഫീൽ ദാറ്റ് someone ഈസ് ഇൻ ദ റൂം ഓർ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ക്ലയൻറ്റ്. ആരോ റൂമിലുണ്ട്, തന്നെ ഹാം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ ആയിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നുക. അതാണ് പ്രസൻസ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. പ്രൊപ്രിയോസെപ്റ്റീവ് ഹാലുസിനേഷൻ, പറ്റാത്ത കാര്യം പറ്റുമെന്ന് പറയുക. മേക്ക് ദ ക്ലയൻറ്റ് തിങ്കിങ് ദാറ്റ് ബോഡി ഈസ് മൂവിങ് സച്ച് ആസ് ഫ്ലൈയിങ് ഓർ ഫ്ലോട്ടിങ് വെൻ ഇറ്റ് വാസ് നോട്ട്. അതായത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇൻ്റർവെൻഷൻ ഫോർ ഹാലുസിനേഷൻ, ഇങ്ങനെ ഈ ഫോൾസ് സെൻസേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ്ക് ദ ക്ലയൻറ്റ് ടു ഡിസ്പ്ലേ ദ ഹാലുസിനേഷൻ. ആ ഹാലുസിനേഷൻ ആയിട്ടുള്ള സംഭവം എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയണം. അവോയ്ഡ് റിയാലിറ്റി ടു ദ ഹാലുസിനേഷൻ ആസ് ഇറ്റ് വെയർ. അവോയ്ഡ് റിയാക്റ്റിംഗ് ടു ദ ഹാലുസിനേഷൻ ആസ് ഇറ്റ് വെയർ. അതായത് അയാൾ പറയുന്നതനുസരിച്ച് നമ്മൾ റിയാക്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അതായത് സപ്പോർട്ട് ചെയ്യരുത്. ബട്ട് നോട്ട് റിയാക്റ്റ്, അതേ സമയത്ത് നമ്മൾ എതിർക്കുകയും ചെയ്യരുത്. സപ്പോർട്ട് ചെയ്താൽ എന്ത് പറ്റും? പുള്ളി അത് ശരിയാണെന്ന് വിശ്വസിക്കും. എതിർത്താൽ എന്ത് പറ്റും? പുള്ളി തർക്കിക്കാൻ വരും. പിന്നെ ഡിക്രീസ് സ്റ്റിമുലേ ഓർ മൂവ് ദ ക്ലയൻറ്റ് ടു അനദർ ഏരിയ. അതായത് ആ സ്റ്റിമുലേ കുറയ്ക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റിമുലേ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആളെ മാറ്റുക. ഇപ്പം ഒരു ടച്ച് കൊണ്ട് ഈ റൂമിൽ ആരോ ഉണ്ടെന്ന് പറയുന്ന പ്രസൻസ് ഹാലുസിനേഷനാണ് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ റൂം മാറ്റി വേറെ റൂമിലേക്ക് മാറ്റുക. നമുക്ക് വേറെ റൂമിലേക്ക് മാറാമെന്ന് പറയുക. ഡിക്രീസ് സ്റ്റിമുലേ ഓർ മൂവ് ദ ക്ലയൻറ്റ് ടു അനദർ ഏരിയ. ഡു നോട്ട് നെഗ്ലക്ട് ദ ക്ലയൻറ്റ് എക്സ്പീരിയൻസ്. ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസിനെ പൂർണ്ണമായിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം പൂർണ്ണമായിട്ട് നെഗ്ലക്റ്റ് ചെയ്താൽ നമ്മളോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള പുള്ളിയുടെ സ്വാതന്ത്ര്യം പോകും. ഫോക്കസ് ഓൺ റിയാലിറ്റി ബേസ്ഡ് ടോപ്പിക്. റിയാലിറ്റിയുള്ള ആനുകാലിക പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുക. അവോയ്ഡ് ടച്ചിങ് ദ ക്ലയൻറ്റ്. ഒരു കാരണവശാലും ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കാട്രിക് പേഷ്യൻറ്റിന് പലപ്പോഴും ഹാലുസിനേഷൻ ഓഫ് പ്രസൻസ് ഹാലുസിനേഷൻ പോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ഒരു സസ്പീഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. അക്സെപ്റ്റ് ആൻഡ് ഡു നോട്ട് ജോക്ക് അബൌട്ട് ഓർ ജഡ്ജ് ദ ക്ലയൻറ്റ് ബിഹേവിയർ. അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ കളിയാക്കരുത്. അക്സെപ്റ്റ് ആൻഡ് ഡു നോട്ട് ജോക്ക് എബൌട്ട് ഓർ ജഡ്ജ് ദ ക്ലയൻറ്റ്. അതായത് അയാൾ വളരെ ഫീലിങ്സോട് പറയുന്ന കാര്യങ്ങളെ നമ്മൾ കളിയാക്കരുത്, ജഡ്ജ് ചെയ്യുകയും ചെയ്യരുത്, ആ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തതാണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്നബിലിറ്റി ടു ഓർഗനൈസ് ലാംഗ്വേജ് എന്നാണ് അതിനകത്തെ ഒന്ന്. കാരണം ഭാഷാപരമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഡിഫിക്കൽറ്റി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി. അതായത് കൃത്യമായിട്ട് ഒരു കാര്യം സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല. ഓർഗനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സംഭവം നടന്നതുപോലെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലേ, അതായത് ഒരു സ്റ്റിമുലയ്ക്ക് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് അല്ലാതെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് പുള്ളി റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതായത് ചിരിക്കേണ്ട സമയത്ത് കരയുന്നു, കരയേണ്ട സമയത്ത് ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൈവറ്റ് ലാംഗ്വേജ്, അതായത് കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലാംഗ്വേജ് ആയിരിക്കും പുള്ളി സംസാരിക്കുന്നത്. അലോജിയ, പോവർട്ടി ഓഫ് സ്പീച്ച്, അതായത് പോവർട്ടി ഓഫ് സ്പീച്ച്, ആവശ്യത്തിന് ഭാഷ ഇല്ല. റെഡ്യൂസ്ഡ് വോളിയം ഓർ ലാക്ക് ഓഫ് സ്പോണ്ടേനിയസ് കമാൻഡ്, അതായത് ആവശ്യത്തിന് കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്നില്ല. പിന്നെ അസോസിയേറ്റഡ് ലോസ്നെസ്, എന്ന് പറഞ്ഞാൽ ലോജിക് ഇല്ലാത്ത സംസാരം. പിന്നെ ക്ലാങ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ്സ് ഓർ ഫ്രേസ് that are similar in sound but not in another way. ക്ലാങ് അസോസിയേഷൻ എന്നാണ് പറയുന്നത്. അയാൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് യാതൊരു കണക്ഷനുമില്ല. കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതായത് ഐ വാണ്ട് അനദർ ബ്രദർ മദർ അതർ, അതായത് ആ വേർഡുകൾ തമ്മിൽ ഒരു സാമ്യം ഉണ്ടെന്നല്ലാതെ സെൻറ്റൻസുകളുടെ അർത്ഥങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനാണ് ക്ലാങ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി എക്കോലാലിയ എന്ന് പറഞ്ഞാൽ പുതിയ വേർഡുകൾ ഒരുപാട് പറയുന്നതിനാണ്. കേട്ടിട്ടില്ലാത്ത വേർഡുകൾ എക്കോലാലിയ എന്ന് പറയും. മ്യൂട്ടിസം എന്ന് പറയുന്ന ആബ്സൻസ് ഓഫ് ദ വെർബൽ സ്പീച്ച്, ഒന്നും സംസാരിക്കത്തില്ല. നിയോളജിസം എന്ന് പറഞ്ഞാൽ എ ന്യൂലി ഡിവൈസ്ഡ് വേർഡ് ദാറ്റ് ഹാവ് സ്പെഷ്യലൈസ്ഡ് മീനിങ് ഓൺലി ടു ദ ക്ലയൻറ്റിന് മാത്രം മനസ്സിലാകുന്ന ഒരു പുതിയ വേർഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയോളജിസം എന്ന് പറയും, പുള്ളിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പെർസ്വേഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്വാസം പിടിച്ചുള്ള പ്രഷർ എടുത്തുള്ള സംസാരമാണ്. ഒറ്റ വാക്കിൽ 100 സെൻറ്റൻസ് പറയത്തക്ക രീതിയിൽ ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ഫാസ്റ്റ് സ്പീച്ചാണ്. ചേഞ്ച് ഇൻ ദ വോയിസ് റാദർ ദാൻ സ്പീക്കിംഗ് ആസ് ഇറ്റ് വേർഡ്സ് ഹാസ് ഫോഴ്സ്ഡ് ക്വാണ്ടിറ്റി. റാപ്പിഡ് സ്പീച്ചാണ്. എക്കോലാലിയാന്നും അതിന് പറയും. ഇങ്ങനെ റിലീജിയോസിറ്റി അടുത്ത പ്രശ്നമാണ്. കാരണം റിലീജിയപരം എന്ത് സംസാരിച്ചാലും അവസാനം റിലീജിയനിൽ കൊണ്ടുപോയി എത്തിക്കുന്ന അവസ്ഥയാണ് റിലീജിയോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടാൻജൻഷ്യാലിറ്റി, അതായത് പറയുന്ന കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാറ്റർ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ആകാതെ വേറെ ജമ്പിങ് ഫ്രം ദ വൺ ടോപ്പിക് ടു അനദർ വിത്തൗട്ട് എവർ കംപ്ലീറ്റ് ടു ദ ത്രൂ ഓർ റീച്ചിങ് ദ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ എത്താതെ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റേ ടോപ്പിലേക്ക് പടപടാൻ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇനി വെർബിഗറേഷൻ എന്ന് പറയും. ദ പർപ്പസ്ലെസ് റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ്സ് സൗണ്ട് ഫ്രേസ്. വേർഡ്സോ സൗണ്ടോ ഒന്നും ഒരു പർപ്പസും ഇല്ലാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്, വെർബിഗ്രേഷൻ എന്ന് പറയും. പിന്നെ വേർഡ് സലാഡ്, അതായത് ഒരുപാട് വേർഡ് കൂട്ടിയിട്ട് ഒരു സലാഡ് പോലെ പറയുവാണ്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇതിനെ ഇങ്ങനെ എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതിനെ ഈ സ്കിസോഫീനിയനെ വീണ്ടും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്ഥലത്ത് എന്താണോ കാണിക്കേണ്ടത് അയാൾ എന്ത് കാണിക്കണമെന്നാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് അയാൾ എന്ത് കാണിക്കുന്നുണ്ടോ അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് എന്താണോ കാണിക്കേണ്ടത് അത് അത്രയും കാണിക്കുന്നില്ല, അതായത് സംസാരിക്കുന്നില്ല, ആൾക്കാരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോവുക, അങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവും കൂടുതലായിട്ട് കാണിക്കുക. ആളെ കാണുമ്പോൾ ഓടി ചാടി വന്ന് കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഇതിലുള്ള എല്ലാ സംഭവങ്ങളും ഈ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണെങ്കിൽ നെഗറ്റീവും, സമൂഹത്തിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണെങ്കിൽ പോസിറ്റീവുമായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ഇനി ഡയഗ്നോസിസ് ഇൻ സ്കിസോഫ്രീനിയ, എങ്ങനെ ഇതിനെ ഡയഗ്നോസിസ് ചെയ്യാം? അറ്റ്ലീസ്റ്റ് ടു ഓഫ് ദ 5 സിംറ്റം ഷുഡ് ബി പ്രസൻറ്റഡ് ഫോർ മന്ത് വിച്ച് ഈസ് ലിസ്റ്റഡ് എബോ. അതായത് മേളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു 2 എണ്ണത്തിലെ, അതായത് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പെർസെപ്ഷൻ, ഇതിലേക്ക് ഏതെങ്കിലും ഒരു 2 എണ്ണത്തിലെ 5 സയൻസ്, 5 സിംറ്റംസ്, 5 എണ്ണം വീതം, അതായത് 10 സിംറ്റംസ് ഷുഡ് ബി പ്രസൻറ്റഡ് ഫോർ എ മന്ത്, ഒരു മാസമായിട്ട് അയാൾ കാണിക്കണം. വിച്ച് ഈസ് ലിസ്റ്റഡ് എബോ. അത് ഒരു മാസത്തോളം പുള്ളി അങ്ങനെ ലക്ഷണങ്ങളും അതിൻ്റേതായ രീതികളും കാണിക്കുന്നുണ്ടെങ്കിൽ ആണ് നമ്മളിതിനെ ഡയഗ്നോസിസ് ചെയ്യുന്നത്. സൈൻസ് ഓഫ് ദ ഡിസ്റ്റർബൻസ് ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് 6 months ഇൻക്ലൂഡിങ് അറ്റ്ലീസ്റ്റ് 1 month ഓഫ് ആക്റ്റീവ് സിംറ്റംസ്. അതായത് ഒരു മാസം ഇതിൻ്റെ ആക്റ്റീവ് സിംറ്റംസോടുകൂടി പുള്ളി 6 മാസം വരെ ചെറിയ രീതിയിലുള്ള സിംറ്റവുമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഡയഗ്നോസിസ് ചെയ്യും. ദീസ് സിംറ്റംസ് ആർ നോട്ട് ഡ്യൂ ടു ദ സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ അനദർ മെഡിക്കൽ കണ്ടീഷൻ. ഇതൊരു കാരണവശാലും റിക്രിയേഷണൽ ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ അബ്യൂസ് കൊണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ ആയിരിക്കരുത്. ഇതാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം, ഒരുപാടുണ്ട്. ഇനി അടുത്ത നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ. എന്തൊക്കെ നേഴ്സിംഗ് ഇൻ്റർവെൻഷനാണ് ഇങ്ങനെയുള്ള പേഷ്യൻറ്റുകളെ? മെയിൻറ്റെയിൻ സേഫ് എൻവിറോൺമെൻറ്റ്, കാരണം അയാൾക്കൊരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സെറ്റ് ലിമിറ്റ് ഫോർ ക്ലയൻറ്റ് ബിഹേവിയർ, അതായത് അയാൾ കാണിക്കുന്ന സ്വഭാവത്തിന് ഒരു ലിമിറ്റ് കൊടുക്കണം, ഒരു ലിമിറ്റ് വെച്ചാണ് ഇന്ന സമയത്ത് ഇത് ചെയ്തു, അത് കഴിയുമ്പോൾ അടുത്ത കാര്യം എന്ന രീതിയിൽ ഒരു ലിമിറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അസസ് ദ ക്ലയൻറ്റ് ഫിസിക്കൽ നീഡ്സ്, ക്ലയൻറ്റിൻ്റെ ഫിസിക്കൽ നീഡ്സിനെ അസസ് ചെയ്യണം. എന്തൊക്കെയാണ് പുള്ളിയുടെ ആവശ്യമെന്നും ആഗ്രഹമെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനിഷ്യേറ്റ് വൺ ഇൻട്രാക്ഷൻ ആൻഡ് പ്രോഗ്രസ് ടു സ്മോൾ ഗ്രൂപ്പ് ടു സെൻറ്റർ. അതായത് ആദ്യം വൺ ഓൺ വണ്ണിലാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് പുള്ളീനെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അവോയ്ഡ് ടച്ചിങ് ദ ക്ലൈൻറ്റ്, ഒരു കാരണവശാലും ക്ലൈൻറ്റിനെ ടച്ച് ചെയ്ത്. അവോയ്ഡ് ഓവർലി വാം അപ്രോച്ച്, ഒരുപാട് വാം അപ്രോച്ച് കൊടുക്കുന്നത് ഒഴിവാക്കണം. ഡു നോട്ട് മേക്ക് എ പ്രോമിസ് ടു ക്ലൈൻറ്റ് ദാറ്റ് കനോട്ട് ബി കെപ്റ്റ്, അതായത് നടക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങളൊന്നും പേഷ്യൻറ്റിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. എസ്റ്റാബ്ലിഷ് ഡെയിലി റുട്ടീൻ, അതായത് അയാളുടെ ഡെയിലി റുട്ടീൻ ഒരു പ്രത്യേക സമയം ഓരോന്നിനും അനുവദിച്ചുകൊണ്ട് ഒരു നല്ല ഡെയിലി റുട്ടീൻ നമ്മൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. ടെൽ ദ ക്ലയൻറ്റ് വെൻ യു ആർ ലീവിങ്, നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും എല്ലാം ക്ലയൻറ്റിനെ വിഷ് ചെയ്യണം, പോകുന്ന കാര്യങ്ങൾ പറയണം, പോവാണ്. ഡു നോട്ട് ഗോ എലോങ് വിത്ത് ദ ക്ലയൻറ്റ് ഡെലൂഷൻ ടു ഹാലുസിനേഷൻ, ഡെലൂഷനോ ഹാലുസിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ക്ലയൻറ്റിൻ്റെ റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകരുത്. പ്രൊവൈഡ് സിമ്പിൾ ആൻഡ് കോൺക്രീറ്റ് ആക്ടിവിറ്റി, സിമ്പിളും കോൺക്രീറ്റ് ഉറപ്പുള്ളതുമായ ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. റീഓറിയൻറ്റ് ദ ക്ലയൻറ്റ് ആസ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ റീഓറിയൻറ്റ് ചെയ്യണം. ഹെൽപ്പ് ദ ക്ലയൻറ്റ് എസ്റ്റാബ്ലിഷ് വാട്ട് ഈസ് റിയൽ ആൻഡ് അൺറിയൽ, റിയൽ ആണോ അൺറിയൽ ആണോ എന്നത് മനസ്സിലാക്കി കൊടുക്കണം. സ്പീക്ക് ടു ക്ലയൻറ്റ് ഇൻ എ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആൻഡ് കൺസൈസ് മാനർ, ചെറുതും സിമ്പിളും വളരെ ഡയറക്റ്റും എന്നാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുമായ ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാവും. മോണിറ്റർ ഫോർ സൂയിസൈഡൽ റിസ്ക്, അതായത് സൂയിസൈഡ് ചെയ്യാനുള്ള പ്രവണതയും ഇവർക്കുണ്ട്. അപ്പം ആ സൂയിസൈഡൽ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് സ്കിസോഫീനിയയുടെ മാനേജ്മെൻറ്റ്.